എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി. പല പല തടസ്സങ്ങൾ കൊണ്ട് സാധിക്കാതെ പോയതാണ്. എന്തായാലും ഒട്ടനവധി വിഷയങ്ങൾ, പുതിയ വിഷയങ്ങൾ പൊന്തി വന്നിട്ടുള്ളതുകൊണ്ട് ചില വിഷയങ്ങളെ സംസാരിക്കാതിരിക്കാൻ സാധിക്കാത്തതുകൊണ്ടും വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനധികം വലിച്ചു നീട്ടി പോകുന്നില്ല. നമുക്ക് നേരിട്ട് വിഷയങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായിട്ട് വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസും നിലവിലുണ്ട്. ഈയിടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം ആരായാൻ ഒരു കമ്മീഷന് നിയോഗിക്കുകയുണ്ടായി. സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്ന ശ്രീ കെ.ജി. ബാലകൃഷ്ണൻ സാറിനെയാണ് ആ കമ്മീഷൻ ചുമതലപ്പെടുത്തി കമ്മീഷന്റെ ചുമതല കൊടുത്തിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ 3 സ്ഥലങ്ങളിലായി അദ്ദേഹം സിറ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ 3 സ്ഥലത്ത് തീരുമാനിച്ചാൽ 2 നടന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്നു. കോട്ടയത്ത് നടന്നത് ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചു. അതിനു മുന്നാലെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. ഒരുപക്ഷെ അത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലപ്പുറം വലിയ ഒരു നഷ്ടമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ എൻ്റെ ഹൃദയപൂർവമായിട്ടുള്ള അതിയായ വേദനയോട് കൂടിയിട്ടുള്ള എൻ്റെ അവിടെ മണ്ണിനടിയിൽപ്പെട്ട് മൺമറഞ്ഞു പോയ ആ സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വേദനാജനകമാണ് എങ്കിൽ പോലും ഇത്തരം ഒരു വിഷയം അതിന്റെ കാലിക പ്രാധാന്യം ചോർന്നു പോകാതെ തന്നെ അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടികജാതിക്കാരന്റെ സംവരണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്മീഷൻ എന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സർക്കുലർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ചരിത്രപരമായി പട്ടികജാതികളിൽ ഉൾപ്പെട്ടതും എന്നാൽ ഭരണഘടനയുടെ അനുച്ഛേദം 341 പ്രകാരം രാഷ്ട്രപതി കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളതല്ലാത്ത മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ളതുമായ പുതിയ ആളുകൾക്ക് പട്ടികജാതി പദവി അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള പട്ടികജാതി ലിസ്റ്റിന്റെ ഭാഗമായി പുതിയ വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നത് വഴി നിലവിലുള്ള പട്ടികജാതിക്കാരുടെ മേൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുക. മൂന്നാമത്തത്, നിലവിലുള്ള പട്ടികജാതിക്കാർ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തതുവഴി അവരുടെ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, സാമൂഹികമായും മറ്റ് പദവികളിലും ഉണ്ടായ വിവേചനങ്ങളും അടിച്ചമർത്തലുകളിലൂടെ ഉണ്ടായ മാറ്റങ്ങളും അവർക്ക് പട്ടികജാതി പദവി നൽകുന്ന വിഷയത്തിൽ അതിന്റെ പ്രത്യാഘാതം പരിശോധിക്കുക. ഇതാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം. ബാക്കി പിന്നെ അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ 1-2 സൂചനകൾ കൂടി ആണ് അതിനകത്തുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് ഈ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. അതായത് മത ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തൽപരരായ ഇടതു വലതു മുന്നണികളാണ് ഈ വിഷയത്തിന്റെ പിന്നിൽ ചരട് വലിക്കുന്നത് എന്ന കാര്യം ആദ്യമേ തന്നെ തുറന്ന് പറയട്ടെ. കാരണം ഇതിനു മുൻപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മീഷൻ വന്നിരുന്നു. നിങ്ങൾക്കറിയാം, ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടാണത്. അത് ഇതേ വിഷയം തന്നെ പഠിച്ച് അതിന്റെ ഒരു അന്ന് UPA ഗവൺമെന്റിന്റെ കാലത്ത് സോണിയാഗാന്ധിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഉണ്ടായ ഒരു കമ്മീഷൻ കൂടിയാണത്. ആ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചു.
അത് ചർച്ച ചെയ്യാൻ സാധിക്കാതെ അത് അലസി. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടായി. അവസാനം അത് പാർലമെന്റിൽ തീരുമാനമെടുക്കാതെ അത് സുപ്രീം കോടതിയിലേക്ക് ആ ഫയല് ആ റിപ്പോർട്ട് പോവുകയാണ് ചെയ്തത്. നിലവിൽ ആ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിന് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടും യാതൊരു തരത്തിലുള്ള ചലനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ കമ്മീഷൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കമ്മീഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ കമ്മീഷനുള്ള മറുപടി എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിൽ ഒരു തരത്തിലുള്ള ആളുകളെയും ഇനി തിരികെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദളിത് ക്രൈസ്തവനോ ദളിത് മുസൽമാനോ പട്ടികജാതി ലിസ്റ്റിൽ പ്രവേശനം പാടില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ചില അവ്യക്തതകളുണ്ട്. ചില ആസൂത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഒന്നാമത്തെ പറയുന്ന കാര്യം, പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം 341 പ്രകാരം രാഷ്ട്രപതി കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ആ ഉത്തരവുകളിൽ ഒരു കാലത്തും വരാത്ത, പ്രതിപാദിച്ചിട്ടില്ലാത്ത മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ളതുമായ പുതിയ ആളുകൾക്ക് പട്ടികജാതി പദവി അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുക. അപ്പോ ഈ മതങ്ങളിലേക്ക് കയറി വന്നിട്ടുള്ള പുതിയ ആളുകൾ എന്നുള്ള ആ ഒരു പ്രയോഗം അതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? മതങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ ആളുകൾ എങ്ങനെയാണ് ഈ പുതിയ ആളുകളെയും പഴയ ആളുകളെയും തമ്മിൽ തിരിച്ചറിയുക? മതത്തിലേക്ക് വന്ന പുതിയ ആളുകളെയും മതത്തിൽ നിലനിൽക്കുന്ന പഴയ ആളുകളെയും എങ്ങനെയാണ് തിരിച്ചറിയുക? അപ്പോൾ ഈ പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാർ മാത്രമല്ലല്ലോ. പട്ടികജാതിക്കാർ മാത്രമല്ല, വിവിധ ജാതികളിൽ നിന്ന്, ഇവിടുന്ന് ഈഴവരിൽ നിന്നും നമ്പൂതിരിമാരിൽ നിന്നും നായന്മാരിൽ നിന്ന് ഒക്കെ ഈ മതത്തിലേക്ക് ഓരോ കാലഘട്ടത്തിലും മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തുള്ള ക്രൈസ്തവ ഇസ്ലാമിക മതം അല്ലെങ്കിൽ മതസ്ഥർ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നവർ മതപരിവർത്തനം ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടെയുള്ള മുസ്ലിങ്ങളും. അല്ലാതെ ഇറ്റലിയിൽ നിന്നോ അല്ലെങ്കിൽ റോമിൽ നിന്നോ ഒന്നും, അല്ലെങ്കിൽ അറേബ്യയിൽ നിന്നോ ഒന്നും കെട്ടിയിറക്കിയ ആളുകളല്ല. ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് മതപരിവർത്തനം അതിന്റെ പിന്മുറക്കാരാണ് ഇന്നിവിടെ കാണുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ ഈ പുതിയ ആളുകൾ എന്നുള്ള ഈ കമ്മീഷന്റെ പരാമർശം അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് പുതിയ ആളുകൾ എന്നുള്ളത്. അപ്പോൾ വരുന്ന പുതിയ ആളുകൾക്ക് പട്ടികജാതി പദവി അനുവദിക്കാൻ പറ്റില്ല. കാരണം അതിൽ വിവിധ ആളുകളുണ്ട്. ഇപ്പൊ ക്രിസ്തു മതത്തിലേക്ക് നായര് പരിവർത്തനം ചെയ്യുന്നുണ്ട്, നമ്പൂതിരി പരിവർത്തനം ചെയ്യുന്നുണ്ട്, മറ്റേ മുസ്ലിങ്ങൾ പരിവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പൊ പട്ടികജാതിക്കാർ മാത്രമല്ല ഈ പുതിയ പരിവർത്തനം ചെയ്യുന്ന പട്ടികയിൽ വരുന്നത്. ഈ ആളുകൾ എന്നുള്ള ആ ഒരു പരാമർശത്തിൽ ഒരുപാട് ദുരൂഹതകളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആരെയാണ് പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ എന്ന കാര്യം ഈ കമ്മീഷൻ ഈ സൂചന തന്നിട്ടുള്ളത്. അതിൽ അവ്യക്തതയാണ്, നിറഞ്ഞ അവ്യക്തതയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് എത്തരത്തിലായിരിക്കും എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ. ഇനി ഉള്ളൊരു കാര്യം, നിലവിലുള്ള പട്ടികജാതി ലിസ്റ്റിന്റെ ഭാഗമായി പുതിയ വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നത് വഴി നിലവിലുള്ള പട്ടികജാതിക്കാരുടെ മേൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപാട് പ്രത്യാഘാതങ്ങളാണ്. പട്ടികജാതി ലിസ്റ്റിലേക്ക് ദളിത് ക്രൈസ്തവരെയും ദളിത് മുസൽമാനെയും തിരികെ കയറ്റുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. കാരണം സംവരണം എന്നുള്ളത് മതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. മതങ്ങൾക്ക് സംവരണം കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. മതങ്ങൾക്ക് സംവരണം കൊടുക്കാൻ പാടില്ല. മതസംവരണം എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതസ്ഥർക്ക് ഒരു പ്രത്യേക സംവരണം മതത്തിന്റെ പേരിൽ കൊടുക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ പട്ടികജാതിക്കാർക്ക് എങ്ങനെയാണ് സംവരണം കൊടുക്കുന്നത്? അതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്.
പട്ടികജാതിക്കാർക്ക് സംവരണം എന്നുള്ള കാര്യം വന്നപ്പോൾ ഈ സംവരണത്തിൽ ആരൊക്കെ വരണം എന്നുള്ള കാര്യത്തിൽ ഡോക്ടർ അംബേദ്കർ കൃത്യമായ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ആണ് അതിന് ആ ലിസ്റ്റിലേക്ക് ആളെ ചേർത്തിട്ടുള്ളത്. അതിൽ അതായത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അൺടച്ചബിലിറ്റിക്ക് വിധേയരായിട്ടുള്ള വിഭാഗങ്ങളെ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ സംവരണം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ കണ്ടാൽ പോലും ദോഷമുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് തുല്യ സോഷ്യൽ സ്റ്റാറ്റസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സംവരണം എന്നുള്ള ആ ഒരു ഏർപ്പാട് ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ എഴുതി ചേർത്തത്. അത് സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിയിട്ടല്ല. സാമ്പത്തിക സംവരണം എന്നുള്ളത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്, അശാസ്ത്രീയമാണ്. അപ്പോ ഇത്തരം ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ ഒരു പിൻബലത്തോടെയാണ് ഈ പട്ടികജാതി പട്ടികവർഗം എന്നുള്ള SC/ST എന്ന് പറയുന്ന ആ ഒരു പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടികയിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ഭ്രഷ്ട്, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അനുഭവിച്ചിരുന്ന ജാതികളുടെ ഒരു ശ്രേണിയാണ് SC/ST എന്ന് പറയുന്ന ആ പട്ടികയിൽ ഉള്ളത്. ആ പട്ടികയിലുള്ളവർക്ക് മാത്രമാണ് സംവരണമുള്ളത്. അത് എത്ര ശതമാനമാണ് സംവരണം? കേരളത്തില് അത് സംവരണ റേറ്റ് എത്രയാണ്? ആകെ 10%. ആകെ 10%. 8% SC, ബാക്കി 2% STക്കും. 10% ആകെ സംവരണം ഉള്ളത്. ഈ സംവരണത്തിലേക്കാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങളെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്നത്. നോക്കുക, ഇന്ന് ഈ സംവരണം ഏർപ്പെടുത്തിയതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല. സർക്കാർ തലങ്ങളിൽ, ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിൽ ഒന്നും ഈ സംവരണ തത്വം ഇന്ന് പാലിക്കപ്പെടുന്നില്ല. ആകപ്പാടെ ഈ സംവരണ തത്വം പാലിക്കപ്പെടുന്നത് ഈ ഇലക്ഷനിൽ മാത്രമാണ്. അതായത് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ സംവരണ സീറ്റിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ച് തന്റെ കൂടെ നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സംവരണ തത്വം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നത്. അതിലും അട്ടിമറിക്കുന്നുണ്ട്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റിന്റെ സഹായത്തോടു കൂടിയിട്ട് ദളിത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, മതത്തിൽപ്പെട്ട ആളുകൾ വ്യാജ ജാതി സർട്ടിഫിക്കറ്റുമായിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും അവർ പാർലമെന്റിലും നിയമസഭകളിലും എത്തിച്ചേരുകയും അവർ പട്ടികജാതിക്കാരുടെ യാതൊരു വിഷയങ്ങളും ഉന്നയിക്കാതെ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ബാക്കി ആളുകൾ പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്ന അർത്ഥമില്ല ഞാൻ പറഞ്ഞതിൽ. ഇപ്പൊ 130ഓളം MP പാർലമെന്റിൽ സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ 1000-ലധികം MLA-മാരുണ്ട്. അതുപോലെ ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഈ സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇവരാരും ഈ സമൂഹത്തിന്റെ ജനുവനായിട്ടുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യുകയോ അതാത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഈ വിഷയങ്ങൾ കൊണ്ടെത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വിപ്പ് എന്നുള്ള ഒരു അടിമച്ചങ്ങല ഇവരുടെ എല്ലാം കഴുത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 140 MP-മാർ മെമ്പർ ഓഫ് പാർലമെന്റിൽ ഉണ്ട് എങ്കിൽ ആ 130 പേരും അടിമകളാണ്. 1000-ൽ പരം MLA-മാരുണ്ടെങ്കിൽ 1000-ഓളം MLA-മാരും അടിമകളാണ്. ത്രിതല പഞ്ചായത്തുകളിൽ ജയിച്ചു കയറുന്ന, സംവരണ സീറ്റിൽ ജയിച്ചു കയറുന്നവർ മുഴുവൻ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാണ്, ദാസന്മാരാണ്. അതുകൊണ്ടാണ് അവർ പാർലമെന്റിലോ നിയമസഭകളിലോ ത്രിതല പഞ്ചായത്തുകളിലോ പട്ടികജാതിക്കാരന്റെ വിഷയം ഉന്നയിക്കാൻ മടിക്കുന്നത്. ഇപ്പൊ ഈ സംവരണങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ സംവരണങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ്. മതിയായ പ്രാതിനിധ്യമില്ല. കോടാനുകോടി രൂപ വകയിരുത്തി വകമാറ്റി ചെലവഴിക്കുകയും ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോ എങ്ങനെയാണ് ഇനി ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മത അനുയായികൾ, ഇസ്ലാമിക ക്രൈസ്തവ മതത്തിന്റെ അനുയായികൾ കൂടി ഈ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള യഥാർത്ഥത്തിലുള്ള പട്ടികജാതി പട്ടികവർഗക്കാരന്റെ അവകാശങ്ങൾ മുഴുവൻ നിയമപരമായി തട്ടിയെടുക്കപ്പെടും എന്നുള്ള ഒരു വലിയ ദുരന്തമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളത്. അപ്പോ എന്താണ് ഇതിന്റെ പ്രത്യാഘാതം, അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെ മേൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് പട്ടികജാതി സമൂഹത്തിന് മേൽ ഉണ്ടാവുക. ഇപ്പോ
ഈ ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ 60ാം വാർഷിക ആഘോഷത്തിന്റെ വേളയിൽ ഒരു സോവനീർ ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സോവനീറിൽ അന്നത്തെ ഈ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ AK ബാലൻ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണക്കനുസരിച്ചിട്ട് ശരാശരി കൈവശ ഭൂമിയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ശരാശരി കൈവശ ഭൂമി പട്ടികജാതി പട്ടികവർഗക്കാരന്റെ ശരാശരി കൈവശ ഭൂമി 1/2 സെന്റിൽ താഴെയാണ്. 1/2 സെന്റിൽ താഴെ. ഇത് ഔദ്യോഗികമായിട്ടൊരു മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാർ സൈറ്റുകളിൽ നമ്മൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ പരതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കണക്കാണിത്. അതുപോലെ തന്നെ ബാലൻ വേറൊരു കണക്ക് പറയുന്നു. 1,14,000 അധ്യാപകരുള്ളതിൽ വെറും 676 പേര് മാത്രമാണ് പട്ടികജാതി പട്ടികവർഗക്കാരിൽ നിന്നുള്ള ആളുകൾ. ആലോചിക്കണം, ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോലും ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ സംഭരണ റേറ്റ് അല്ലെങ്കിൽ സംഭരണ തത്വം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ കൂടി രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ പട്ടികജാതി പട്ടികവർഗക്കാർ വഞ്ചിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് പട്ടികജാതി ലിസ്റ്റിൽ ഒരിക്കലും മറ്റ് സമുദായക്കാരെ, മറ്റു മതസ്ഥരെ തിരികെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ കമ്മീഷന് മുമ്പിൽ വയ്ക്കാനുള്ളത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷന് മുമ്പിൽ ഞങ്ങൾ ഹാജരാവുകയും കൃത്യമായിട്ട് ഞങ്ങൾ അതിന് ഒരു പെറ്റീഷൻ തയ്യാറാക്കി കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച് അവർ പട്ടികജാതിക്കാർ ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകളാണ്. അവർ മതം മാറി എന്നുള്ളത് കൊണ്ട് അവരുടെ ഈ പട്ടികജാതി സ്റ്റാറ്റസിന് എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ദളിത് ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതാണ്.